ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ റെസിഡ്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ പോളിനെ ബേസ് ചെയ്തിട്ടാണ് പറയുക. പോളിനെ കിട്ടുന്നുണ്ടെങ്കിൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റണം. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്നുള്ളത് ചെയ്യാം. 4 ഈക്വൽ ടു 0. ഇവിടെയൊക്കെ സെഡ് ഉള്ളതുകൊണ്ട് സെഡ് പുറത്തെടുക്കാമെന്ന് വിചാരിക്കുക. പക്ഷേ ഇവിടെ സെഡ് ഇല്ല. സെഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്തെടുക്കൽ നടക്കില്ല. പിന്നെയുള്ള മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത്. ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെഡിന് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഏതോ ഒരു വാല്യൂ കൊടുക്കുമ്പം ഇത് 0 ആയിട്ട് തന്നെ കിട്ടും. ഇപ്പം ഞാൻ ആദ്യത്തെ വാല്യൂ സെഡ് ഈക്വൽ ടു 0 കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പം എന്താ വരിക, 0 + 0 - 0 + 4 ഈക്വൽ ടു 0 എന്നല്ലല്ലോ വരിക. അപ്പോൾ ഇത് ഓക്കെ ആവില്ല. 4 എന്ന് പറയുന്ന വാല്യൂ 0 ഈക്വൽ അല്ലല്ലോ. ഇപ്പുറത്തെ സൈഡിലും ഒരേപോലെ 0 കിട്ടണം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 അല്ലേ വരുന്നത്, ഇപ്പുറത്ത് 0 അല്ലേ ഉള്ളത്. 0 ഈക്വൽ ടു 0 ഫോമിൽ വരണം. അപ്പോൾ ഇത് നടക്കില്ല. അടുത്ത സെഡ് ഈക്വൽ ടു 1 കൊടുത്തു. അപ്പോൾ എന്താ വരിക, 1 ക്യൂബ് എന്ന് പറയുമ്പോൾ 1 + 2 × 1 - 7 + 4 ഈക്വൽ ടു 0 ആവുന്നുണ്ടോ നോക്കണം. 2 + 1 3, 3 + 4 7 - 7 ഈക്വൽ ടു 0. 7 - 0 എന്ന് പറയുമ്പോൾ എന്താ, 0 ഈക്വൽ ടു 0. അപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി സെഡ് ഈക്വൽ ടു 1 പറയുന്നത് ഇതിൻ്റെ ഒരു റൂട്ടാണെന്ന് കിട്ടും, അല്ലെ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് കിട്ടും. ഈ കിട്ടുന്ന വാല്യൂ തന്നെയായിരിക്കും ഒരു പോൾ എന്ന് പറയുന്നത്. ഇനി ബാക്കി ഇതിപ്പോൾ ഒരു ക്യൂബിക് ഇക്വേഷൻ ആയതുകൊണ്ട് ഇതിന് ഇനി ഒരു 2 റൂട്ടും കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ബാക്കി 2 റൂട്ട് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, ഫാക്ടറൈസേഷൻ നടത്തുക ചെയ്യുക. സെഡ് ഈക്വൽ ടു 1 പറയുന്നത് ഇതിൻ്റെ ഒരു റൂട്ടാണെങ്കിൽ സെഡ് - 1 എന്ന് പറയുന്നത് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ ആണെന്ന് പറയും. എന്ന് വെച്ചാൽ ഈ ഒരു പോളിനോമിയലിനെ സെഡ് - 1 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം എന്നാണ് അർത്ഥം. ആ ഡിവിഷൻ കുറച്ച് എന്താ പറയുക, സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ എഴുതുക. 1 2 - 7 4 ഡിവൈഡഡ് ബൈ, ഇവിടെ ഇപ്പം എന്താ കിട്ടിയ, സെഡ് ഈക്വൽ ടു 1. ആ 1നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ ആദ്യത്തെ 1 അതുപോലെ താഴെ 1 × 1 ചെയ്ത് കിട്ടുന്ന വാല്യൂ ഇവിടെ എഴുതുക. 1 × 1 1. ഇതിൻ്റെ നടുക്കുള്ള ഓപ്പറേഷൻ എല്ലാം പ്ലസ് ആ വരിക. 2 + 1 എന്ന് പറയുമ്പം 3, 3 × 1 എന്ന് പറയുമ്പം 3, -7 + 3 എന്ന് പറയുമ്പം -4, -4 × 1 എന്ന് പറയുമ്പം -4, 4 + -4 എന്ന് പറയുമ്പം 4 - 4 0. ഇതാണ് സംഭവം. ഇവിടെ എന്ത് കിട്ടും, 1ൻ്റെ കൂടെ λ² ചേർക്കുക, ഇതിൻ്റെ കൂടെ λ², അടുത്ത ടേമിൽ ലാംഡ, പിന്നെ എന്താ വെറും കോൺസ്റ്റൻറ്റ്. λ² + 3λ - 4 ഈക്വൽ ടു 0 എന്നുള്ള ഇതൊരു ക്യൂബിക് ഇക്വേഷനാണ്. ഒരു ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം മറ്റേതിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 ആയിരിക്കും. ഇനി ഇത് സോൾവ് ചെയ്യാൻ അറിയാമല്ലോ. -3 ± √9 - 4 × -4/2, -3 ± √25 എന്ന് വരും, 5/2 എന്ന് വരും. -3 - 5 എന്ന് പറയുമ്പം, അല്ലെ -3 + 5 എന്ന് പറയുമ്പം 2/2 1 ആണ്. പിന്നെ -3 - 5 എന്ന് പറയുമ്പം -8/2 എന്ന് പറയുമ്പം -4 ആണ്. അപ്പോൾ സെഡ് ഈക്വൽ ടു 1, സെഡ് ഈക്വൽ ടു -4, പിന്നെയും സെഡ് ഈക്വൽ ടു 1 തന്നെയാണ് കിട്ടിയത്. സെഡ് ഈക്വൽ ടു 1. ഇത് 3 ആയിരിക്കും പോള്. ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഒന്നിലധികം തവണ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത്രയും ഓർഡർ ആണ് ആ വാല്യൂന്ന് എന്ന് പറയും. ഇപ്പോൾ സെഡ് ഈക്വൽ ടു -4 എന്ന് പറയുന്നത് ഇവിടെ ഒരു തവണ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ സെഡ് ഈക്വൽ ടു -4 എന്ന് പറയുന്നത് സിമ്പിൾ പോൾ എന്നാണ് പറയുക. പോളിൻ്റെ ഓർഡർ 1 ആയതുകൊണ്ട് അതിനെ സിമ്പിൾ പോൾ എന്ന് പറയും. ഇനി സെഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് 2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ സെഡ് ഈക്വൽ ടു 1 ഈസ് എ പോൾ ഓഫ് ഓർഡർ 2 എന്ന് പറയും. പോളിൻ്റെ 2 തവണയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നത്, അപ്പോൾ ഓർഡർ 2 ആണെന്ന് പറയും. അപ്പോൾ ഇത് 3 ആണ് പോളിന് മനസ്സിലായി. ഇപ്പം സെഡ് ഈക്വൽ ടു 1 ഒരു വാല്യൂ ആണെങ്കിൽ സെഡ് - 1 എന്ന് പറയുന്നത് അതിൻ്റെ ഫാക്ടർ ആയിരിക്കും.
അതേപോലെ ഈ ഒരു ക്യൂബിക് ഇക്വേഷനെ മാറ്റിയിട്ട് സെറ്റ് ക്യൂബ് പ്ലസ് 2z² മൈനസ് 7z പ്ലസ് 4 മാറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. സെറ്റ് മൈനസ് 1 എന്ന് പറയുന്നത് 2 തവണ വന്നതുകൊണ്ട് സെറ്റ് മൈനസ് 1 ഹോൾ സ്ക്വയറിന് എഴുതി. പിന്നെയോ സെറ്റ് ഈക്വൽ ടു -4 ആണെങ്കിൽ സെറ്റ് പ്ലസ് 4 എന്ന് പറയുന്നത് ആ ഫാക്ടർ ആയിരിക്കും. ഇതിനെ മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇത് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ ഇതേ ആൻസറാണ് കിട്ടുക. ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ a-b ഹോൾ സ്ക്വയർ, അപ്പോൾ a² മൈനസ് 2ab പ്ലസ് b² ഇൻറ്റു സെറ്റ് പ്ലസ് 4 എന്നാണ് വരിക. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? സെറ്റ് ക്യൂബ് പ്ലസ് 4z² മൈനസ് 2z² മൈനസ് 8z പ്ലസ് z പ്ലസ് 4 എന്ന് വരും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം സെറ്റ് ക്യൂബ് പിന്നെ 4z² മൈനസ് 2z² എന്ന് പറയുമ്പോൾ എന്താ? പ്ലസ് 2z². പിന്നെയോ മൈനസ് 8z പ്ലസ് z എന്ന് പറയുമ്പോൾ എന്താ? മൈനസ് 7z പ്ലസ് 4. ഇത് തന്നെയാണല്ലോ ഇപ്പുറത്തെ സൈഡിലുള്ള ആള്. അതായത് ഈ ഒരു എന്താ പറയുക, ഒരു പോളിനോമിയൽ പോലെയുള്ള ഈ ഒരു കോംപ്ലക്സ് ഫംഗ്ഷനെ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതിയാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ പോള് മനസ്സിലാക്കാൻ പറ്റും. 1/, അതായത് 1/, ഈ ഫാക്ടർ എന്നല്ലേ വരിക. അപ്പോൾ ഇവിടെ പോൾ എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് ഒരു പോളായിരിക്കും, അതിൻ്റെ ഓർഡർ 2 ആയിരിക്കും. പിന്നെ ഇവിടെ നിന്ന് എന്ത് കിട്ടും? -4 എന്ന് പറയുന്ന പോളായിരിക്കും, അതിൻ്റെ ഓർഡർ 1 ആണെന്നും കിട്ടും. ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്യുന്നത്. ഇനി റെസിഡ്യൂ ആണ് കാണേണ്ടത്. അതായത് ആദ്യം സെറ്റ് ഈക്വൽ ടു -4ലുള്ള റെസിഡ്യൂ കാണണം. ഇത് സിമ്പിൾ പോളാണെന്ന് തൊട്ട് മുന്നേ പറഞ്ഞു. അപ്പോൾ റെസിഡ്യൂ ഓഫ് സെറ്റ് ഈക്വൽ ടു സെറ്റ് നോട്ട്, സിമ്പിൾ പോളാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് f of z ഈക്വൽ ടു ലിമിറ്റ് സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ട് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഇൻറ്റു എഫ് ഓഫ് സെറ്റ് എന്നുള്ളതാണ്. ഇവിടെ സെറ്റ് നോട്ടിന് പകരം എന്ത് ചെയ്യുക? -4 എന്നുള്ള വാല്യൂ കൊടുക്കുക. റെസിഡ്യൂ ഓഫ് സെറ്റ് ഈക്വൽ ടു -4, എഫ് ഓഫ് സെറ്റിന് പകരം 50z ഡിവൈഡഡ് ബൈ സെറ്റ് ക്യൂബ് പ്ലസ് അതിനെ മാറ്റിയിട്ട് ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ, എന്ത്? സെറ്റ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു സെറ്റ് പ്ലസ് 4 എന്ന് എഴുതിയിട്ടുണ്ട്. ഈക്വൽ ടു ലിമിറ്റ് സെറ്റ് ടെൻസ് ടു -4, ഇവിടെ എന്താ വരിക? സെറ്റ് പ്ലസ് 4 ഇൻറ്റു സെറ്റ് നോട്ടിന് പകരം -4 അല്ലേ, അപ്പോൾ സെറ്റ് പ്ലസ് 4 ഇൻറ്റു 50z ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു സെറ്റ് പ്ലസ് 4 എന്ന് എഴുതും. ഇവിടെയുള്ള ഒരു സെറ്റ് പ്ലസ് 4 ക്യാൻസൽ ചെയ്തു. ഇനി എന്ത് ചെയ്യുക? സെറ്റ് കാണുന്നിടത്തൊക്കെ -4 കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് സെറ്റ് ടെൻസ് ടു ലിമിറ്റ് കൊടുക്കുമ്പോൾ പിന്നെ ആ ലിമിറ്റ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? 50 ഇൻറ്റു -4 ഡിവൈഡഡ് ബൈ -4 -1 ഹോൾ സ്ക്വയർ എന്ന് വരും. -200 ഡിവൈഡഡ് ബൈ -5 ഹോൾ സ്ക്വയർ. -200 ഡിവൈഡഡ് ബൈ -5ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25. വാല്യൂ അപ്പം എന്ത് വരും? -8 എന്ന് പറയും. സെറ്റ് നോട്ട് ഈക്വൽ ടു -4 എന്ന് പറയുന്ന ആ ഒരു പോളിലുള്ള റെസിഡ്യൂ വാല്യൂ ആണ് ഈ കിട്ടിയിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം? അതേപോലെ റെസിഡ്യൂ അറ്റ് സെറ്റ് ഈക്വൽ ടു 1 കാണണം. ഇത് കണ്ടുപിടിക്കാൻ മറ്റൊരു ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ പോളിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. ഓർഡർ 1 ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത്. ഒന്നിലധികം ഓർഡർ ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ താഴെ രണ്ടാമതൊരു ഫോർമുലയുണ്ട്. റെസിഡ്യൂ ഓഫ് സെറ്റ് ഈക്വൽ ടു സെറ്റ് നോട്ട് എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു ലിമിറ്റ് സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ട് d raised to m minus 1 by dz raised to m minus 1 into set minus set not whole raised to m into f of set എന്ന് പറയുന്നൊരു ഫോർമുലയുണ്ട്. ഇവിടെ m എന്ന് പറയുന്നത് എത്രയാണോ ഓർഡർ അതായിരിക്കും m. നമ്മൾ എടുത്തിട്ടുള്ള പോളിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ m ഈക്വൽ ടു 2 എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല മാറിയിട്ട് എന്തായി? റെസിഡ്യൂ ഓഫ് സെറ്റ് ഈക്വൽ ടു 1, എഫ് ഓഫ് സെറ്റിന് പകരം 50z ഡിവൈഡഡ് ബൈ സെറ്റ് പ്ലസ് 4 ഇൻറ്റു സെറ്റ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ലിമിറ്റ് സെറ്റ് ടെൻസ് ടു 1. സെറ്റ് നോട്ട് 1 അല്ലേ, സെറ്റിന് പകരം 1 അല്ലേ വാല്യൂ കൊടുക്കുന്നത്. പിന്നെ ഡി റേസ് ടു m മൈനസ് 1. m എത്രയാ? 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1 തന്നെ. പിന്നെ ഡി സെറ്റ് റേസ് ടു m മൈനസ് 1. അപ്പോൾ ഇതെന്തായി? d ബൈ ഡി സെറ്റിന് മാത്രമായി.
ഡി ബൈ ഡി സെറ്റ് ഓഫ് പിന്നെയോ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഹോൾ റൈസ് ടു എം എന്ന് വെച്ചാൽ എന്താ സെറ്റ് മൈനസ് 1 എം എത്രയാ 2 ഇൻറ്റു എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് എന്താ 50 സെറ്റ് ഡിവൈഡഡ് ബൈ സെറ്റ് പ്ലസ് 4 ഇൻറ്റു സെറ്റ് മൈനസ് 1 ഹോൾ സ്ക്വയറിന് വരും. ഈ സെറ്റ് മൈനസ് 1 ഹോൾ സ്ക്വയറും ഇവിടെയുള്ള സെറ്റ് മൈനസ് 1 ഹോൾ സ്ക്വയറും ക്യാൻസലായി. അപ്പോൾ ഇത് മാറിയിട്ട് എന്തായി ലിമിറ്റ് സെറ്റ് ടെൻസ് ടു 1 ഡി ബൈ ഡി സെറ്റ് ഓഫ് 50 സെറ്റ് ഡിവൈഡഡ് ബൈ സെറ്റ് പ്ലസ് 4 എന്ന് മാത്രമായി. ഇതിപ്പോൾ എന്നാ ഈ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുക എന്നുള്ള അർത്ഥമല്ലേ. ഇപ്പോൾ യു ബൈ വി ഫോമിലുള്ള ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് റൂൾ വെക്കണം കോഷ്യന്റ് റൂള് അപ്ലൈ ചെയ്യണം. അതായത് യു ബൈ വിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്തായി ലിമിറ്റ് സെറ്റ് ടെൻസ് ടു 1 ഇൻറ്റു വി എന്ന് പറയുമ്പം താഴത്തെ ഫംഗ്ഷൻ സെറ്റ് പ്ലസ് 4 ഇൻറ്റു യു ഡാഷ് 50 സെറ്റിൻ്റെ ഡെറിവേറ്റീവ് 50 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 50 മൈനസ് യു വി ഡാഷ് യു എന്ന് പറയുന്നത് 50 സെറ്റ് വി ഡാഷ് എന്ന് പറയുമ്പം സെറ്റ് പ്ലസ് 4 അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ 1 ഡിവൈഡഡ് ബൈ വി സ്ക്വയർ സെറ്റ് പ്ലസ് 4 ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഇനി എന്ത് ചെയ്യുക സെറ്റ് കാണുന്നിടത്തൊക്കെ 1 കൊടുക്കുക. അപ്പം എന്ത് വരും 1 പ്ലസ് 4 ഇൻറ്റു 50 മൈനസ് 50 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 4 ഹോൾ സ്ക്വയർ എന്ന് വന്നു. അപ്പോൾ 5 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ 250 മൈനസ് 50 ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ എന്ന് വരും. ഇതെന്തായി 200 ഡിവൈഡഡ് ബൈ 25 എന്ന് പറയുമ്പോൾ വാല്യൂ 8 കിട്ടി. അപ്പോൾ സെറ്റ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ ഒരു പോളിലുള്ള റെസിഡ്യൂ വാല്യൂ എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഇത്രയുമാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഓർഡർ 2 ആയതുകൊണ്ട് രണ്ടാമത്തെ മെത്തേഡ് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഈ ഒരു ഫോർമുല വേണം യൂസ് ചെയ്യാൻ. ആദ്യത്തെ വാല്യൂ സിമ്പിൾ പോൾ ആയതുകൊണ്ട് ഇതെന്താ സിമ്പിൾ പോൾ ആയതുകൊണ്ട് അതിൻ്റെ ഫോർമുല വെച്ചിട്ടായിരിക്കും കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും ചെയ്താലാണ് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആവുക.